കുറെ കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടില്ലേ? എനിക്ക് കോംപ്ലക്സ് ഇപ്പൊ ഒഴിമുറിയിലെ ക്യാരക്ടർ ഒക്കെ എടുത്താൽ അവര് ആദ്യം മനസ്സിലൊന്ന് ചിന്തിക്കും. പോലീസ് സ്റ്റേഷൻ സീക്വൻസിലൊക്കെ ആ നടന്നു വരുന്ന സമയത്ത് അവരൊരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് ചെയ്യുന്നത് വേറെ. ഭയങ്കര കോംപ്ലക്സ്, മീനിങ് വേറെ. ഇറ്റ്സ് വെരി അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ഓഫ് യൂസ്. ആസ് എ പേഴ്സൺ എങ്ങനെയാ ശരിക്കും മനസ്സിൽ എന്താണോ ചെയ്യണത് അത് തന്നെയാണോ മുഖത്ത് വരിക, അതോ ആളുകൾക്ക് അനുസരിച്ചിട്ട് സന്തോഷം ഒക്കെ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? നോ 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 വിഷ്ണു, ഐ എം എ വെരി ട്രാൻസ്പെറൻറ്റ് ചൈൽഡ്. ബിക്കോസ് ഞാൻ ഒറ്റ കുട്ടിയായതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് എ വെരി കോംപ്ലെക്സ്. മൈ പേരൻസ് വേർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. സോ സംസാരിക്കാനുള്ള എനിക്ക് ഒരു സിബ്ലിംഗ് മിസ് ചെയ്തോ എന്ന് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല ചില സമയത്ത്, അങ്ങനെ മിസ് ചെയ്തിട്ടുണ്ട്. അതുണ്ട്. പക്ഷേ അതെല്ലാം നികത്തിയത് എൻ്റെ പേരൻസ് ആണ്. മൈ അച്ഛൻ വാസ് ലൈക്ക് എ ബഡി. പക്ഷെ അതേ സമയത്ത് അത്ര തന്നെ സ്ട്രിക്റ്റായി വളർത്തിയ ഒരാളാണ്. പ്രോഗ്രസീവ്, അഗൈൻ വെരി സ്ട്രിക്റ്റ് മാൻ. അടി കിട്ടിയിട്ടുണ്ട്, നല്ല അടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെതായ സമയത്ത് കിട്ടിയിട്ടുണ്ട്. സോ ഐ ഹാവ് ബീൻ ഗിവൻ ലോട്ട് ഓഫ് ഫ്രീഡം. പക്ഷെ അതേ സമയത്ത് പ്രിൻസിപ്പലിൻ്റെ അപ്പുറത്ത് കളിക്കാൻ അലൗഡ് അല്ലായിരുന്നു. സോ അത് തന്നെയാണ് ആ മോട്ടോ. അന്നുണ്ട് ഇന്നുണ്ട്. മോളെ അതന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. യു ഹാവ് ടു ഹാവ് എ പ്രിൻസിപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഞാൻ ഭയങ്കര കർമ്മ വിശ്വാസിയാണ്. ഐ ബിലീവ് ഇൻ ഡൂയിങ് ഗുഡ് കർമാസ്, ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ അറിയോ അറിയാതെ ഒരു മോശമായ കർമ്മ ചെയ്യില്ല. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെന്താ വേണ്ടത്? ഈ ചോയ്സും ഉണ്ട്, സിനിമയുടെ ചോയ്സും ഉണ്ട്. പുറത്താളുകൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതിനെ ഈ മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുമായിരുന്നു. മെച്ചൂർഡ് ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ കമന്റ്സ് നെഗറ്റീവ് എല്ലാം വായിക്കുമ്പോൾ ഇപ്പോഴല്ല ഞാൻ 20s ബോളിവുഡിൽ പോയിട്ട് ഡാൻസ് നമ്പർ ഒക്കെ ചെയ്യാം. അതൊരു ഒരു സാധ്യത പോലെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. അതിനെങ്ങനെയാ മാനേജ് ചെയ്തത്? അഗെയിൻ ഞാൻ പറയുന്നത്, ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ മിസ് ഇന്ത്യ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബോളിവുഡിൽ പോണത്. ഐറ്റം നമ്പേഴ്സ് ചെയ്യണോ സിനിമ ചെയ്യണോ അതൊക്കെ എൻ്റെ തീരുമാനമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. അതൊന്നും നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അല്ലല്ല, എനിക്ക് എൻ്റെ അച്ഛനമ്മേനെ പോറ്റാനൊന്നുമില്ല. എൻ്റെ അച്ഛൻ വാസ് എൻ എക്സ് സർവീസ്മാൻ. ആ മൂപ്പർക്ക് നല്ല പെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഐ കം ഫ്രം എ വെരി ഗുഡ് ഫാമിലി. അപ്പോൾ എനിക്ക് അവരെ നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്ന കാശല്ല, ഞാൻ എൻ്റെ മുകളിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാം മറ്റേ ട്രാവൽ എന്നോ. സോ കുറേ ട്രാവൽ ചെയ്തു. കുറേ എന്താ പറയുക, കുറേ പ്ലേസ് എല്ലാം കാണാറുണ്ടായിരുന്നു. നമ്മളുടെ നോ, ഐ ഡോണ്ട് ഡ്രിങ്ക്. സോ നോ, ഐ ലവ് ലൈഫ്. ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാൻ ഇതിനു മുമ്പേ ഒരു ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഞാൻ എൻ്റെതായ ലോസിൽ പോയ ആളാണ്. അങ്ങനെയല്ല ദാറ്റ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ലോസിൽ പോയിട്ടുണ്ട്. ആ ലോന്ന് പൊങ്ങിയ ഒരാളാണ്. സ്പിരിച്വാലിറ്റിയിൽ കയറി അത് കഴിഞ്ഞ് ആ രീതിയിൽ ദിസ് ഇസ് എ കൾട്ടിവേറ്റഡ് പേഴ്സണാലിറ്റിയാണ് എൻ്റെ ഇപ്പോഴത്തെ. ബ്രിക്ക് ബൈ ബ്രിക്ക്. ഇറ്റ്സ് നോട്ട് ദാറ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വ്യക്തി ആയിട്ടല്ല. ഐ ഹാവ് ഗോൺ ത്രൂ മൈ ലോസ് ആൻഡ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് എന്താണ് റോക്ക് ബോട്ടമിലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബൗൺസ് ബാക്ക് ആയത്. അപ്പോഴാണ് മനസ്സിലായത് ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ. അതിന് പോസിറ്റീവായിട്ട് എടുത്താൽ തിങ്സ് ആർ മച്ച് ബെറ്റർ. അപ്പോൾ കുറേ ആൾക്കാർ കുറയും. നമ്മുടെ ഡ്രോയിങ് റൂം ആദ്യം ഭയങ്കര നിറഞ്ഞിട്ടായിരിക്കുക. പിന്നെ മെല്ലെ മെല്ലെ അതിങ്ങനെ കുഴഞ്ഞു കുറച്ച് ആൾക്കാർ. ആ കുറച്ച് ആൾക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. നമുക്ക് കുറേ ആൾക്കാരുണ്ടാവുമ്പോഴാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലൈഫ് ആവുക. ലെസ് ഇസ് ബ്യൂട്ടിഫുൾ ഓൾവേസ്. എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ള ഒരു സമയം ഉണ്ടാവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. ഒന്നും പറയാതെ എല്ലാം പറയാൻ പറ്റുക, അതാണ് ഏറ്റവും പ്ലസ് ഉണ്ടാവുക. ആളുകളെയും കിട്ടും. അത് ആലോചിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. മാനിഫെസ്റ്റ്. You believe in manifesting? Of course, I manifest. ഏറ്റവും വലുതായിട്ട് അങ്ങനെ ആയിട്ട് ആഗ്രഹം ഏതാ മാനിഫെസ്റ്റ്? മോള്. I wanted a daughter, I got a daughter. I wanted a husband who was a good human being. I got my husband. You adore after a failed marriage. What point did you believe or you thought നമുക്ക് ഫെയിലിയേഴ്സിനെ പറ്റി സംസാരിക്കാം? I can talk any day. അത് അങ്ങനെ എല്ലാ ആളുകളും വോക്കലാവില്ലല്ലോ, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ്. എന്തിന്? അവർ പാവാത്തോണ്ട് അവർക്ക് ഞാൻ എന്ത് ചെയ്യും?
ഐ ബിലീവ് ഇൻ സേയിങ് ദാറ്റ് ഐ എം എ ഹ്യൂമൻ ബീങ്. എനിക്ക് തെറ്റ് ചെയ്യാനുള്ള ഫുൾ ലൈസൻസ് ഉണ്ട്. പക്ഷെ അതിന് ഓവ് ചെയ്യാനും ഒരാളാണ്. ഐ അക്സെപ്റ്റ് മൈ ഫോൾട്ട്സ്. ഓക്കെ, മനസ്സിലായോ? ബിക്കോസ് നമ്മൾ തെറ്റ് ചെയ്താലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ജനിക്കുമ്പോ ബുദ്ധി ആയ ഒരാളല്ലല്ലോ നമ്മൾ ആവുക. ഓരോരോ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക. യുനോ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. സോ ഐ കെയിം ഫ്രം എ വെരി ഫുൾ ഡ്രോയിങ് റൂം. Now I have very few people to sit on minimalistic my drawing room. now I have a big hall, but I have a very minimal seats. Nice, nice. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ക്രിയേറ്റീവ് ആണോ എങ്ങനെയാ അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അന്ന് അത് ഭയങ്കര പുതിയ കാര്യമാണ്. ദാറ്റ് യു മെയ്ഡ് യുവർ ഹസ്ബൻഡ് കട്ട് ദ അംബിലിക്കൽ കോഡ്. അല്ല, ചെയ്തില്ല. മൂപ്പര് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടീനെ എടുത്തിങ്ങനെ മേലെ വെക്കണം, യെസ്, ഉണ്ടായി കഴിഞ്ഞിട്ട് കുട്ടീനെ മേലെ വെക്കണം. അത് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഡോക്ടറുടെ അടുത്ത്. ഇതൊക്കെ അങ്ങനെ ആലോചിച്ചെടുത്തതാണോ? അതൊക്കെ ഐ എൻജോയ്ഡ്. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി. ഐ എൻജോയ്ഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ജാസ്റ്റ് റിയാലിറ്റി ഷോവും മൂവീസും ചെയ്തതാണ്, ഷോസ് ചെയ്തതാണ്, ഡാൻസ് ഷോസ് ചെയ്തതാണ്. ആ വയറ് വെച്ചിട്ട് ഐ തിങ്ക് ഐ വാസ് സോ ഫോർ ഇറ്റ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെൻ്റാണ് പ്രഗ്നൻസി. ഞാൻ തോട്ട് വന്നത് കുട്ടിയെ എടുത്ത് ഇങ്ങനെ വെക്കാം, അപ്പൊ ഹസ്ബൻഡ് വന്നത് കട്ട് ചെയ്യണം. അതൊക്കെ എങ്ങനെയാ അത് ഇമാജിൻ ചെയ്തത്? അത് എനിക്ക് തോന്നി. എനിക്ക് ആ ഒരു ലൈഫ് എൻ്റെ വയറിൻ്റെ മുകളിൽ, എൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അവളിങ്ങനെ ഇളകി ഓ എന്ന് ചെയ്തപ്പോൾ ഞാൻ ഓഹോ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അത് അമ്മമാർക്ക് മനസ്സിലാക്കാം. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് അമ്മമാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അംബിക്കൽ കോഡ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ഇത്ര ദൂരം നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീ പറയാണ് അവിടുന്ന് ഇവിടെ എത്താൻ എനിക്ക് പറ്റിയില്ല. ആ ഒരു എന്തോ മുപ്പര് അങ്ങനെ സ്തംഭിച്ചു പോയി. യുനോ, സ്റ്റക്കായി പോയി. യുനോ, ബട്ട് ഐ വാണ്ടഡ് ഹിം ടു കട്ട് ദം. എത്ര പ്രാവശ്യം ഡോക്ടർ, ഞാൻ കേൾക്കുന്നുണ്ട് ഡോക്ടർ, ഞാൻ കണ്ണാ കം കട്ട് ഇറ്റ്. ശ്രീ ഒന്നുമില്ല. മോസ്റ്റ് സെലിബ്രിറ്റി മദർഹുഡ് അല്ലേ അത്? ഐ ഡോണ്ട് നോ അബൌട്ട് മോർ, ഐ എൻജോയ്ഡ് ഇറ്റ്. അല്ലല്ല, യൂട്യൂബിനൊക്കെ മുമ്പ് കേട്ടോ. യൂട്യൂബ് വന്നപ്പോ യൂട്യൂബ് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോ എല്ലാരും പ്രസവിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളും. കളിയാക്കിയ ആൾക്കാർ വരെ അവര് വരെ ഇന്ന് എല്ലാം യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും നമ്മൾ ഐറണി ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കർമ്മ എക്സാക്ട്ലി. ഞാൻ ഏറ്റവും പറയുന്നത്, നമുക്ക് ഒരാളെ കളിയാക്കാൻ ഭയങ്കര ഈസിയാണ്, ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ലൈഫ് വിൽ ബ്രിങ് യു ബാക്ക് ദെയർ. അപ്പം എന്ത് ചെയ്യും? അതാണ് ഞാൻ കണ്ട ഒരു ജീവിതത്തിലൊരു പാഠം. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എനിബഡി. വൺ ഡേ ഐ ക്യാൻ ബി ദെയർ, യു ക്യാൻ ബി ഹിയർ. പറയാൻ പറ്റുമോ? മേ ബി ദൈവം സഹായിച്ച് വിഷ്ണു വലിയൊരു ബോളിവുഡ് സ്റ്റാറായി. ഫസ്റ്റോ ബെസ്റ്റോ? ഫസ്റ്റ് അല്ല, നല്ല നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. എന്തേ എനിക്ക് സ്റ്റാർ ആവണ്ട, അതാവണ്ട. അത് നിങ്ങൾക്ക് ആവണ്ട എന്ന് പറഞ്ഞാല് നിങ്ങളെ കണ്ട ഒരു വിഷ്ണു മഞ്ചോന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സമയം കേമാ. അല്ലല്ല, വിഷ്ണു മഞ്ചു നല്ല ആക്ടറാ. വിഷ്ണു കേട്ടാ, ഞാൻ മര്യാദക്കാ പറഞ്ഞു. മലയാളം അറിയില്ല.